KSRTC കാർഡ് ഇതാണ്. ഈ കാർഡ് വലിയ സ്വീകാര്യതയാണ് ഉണ്ടായിട്ടുള്ളത്. കാർഡ് ഏതാണ്ട് 1 ലക്ഷം കാർഡ് അടിച്ചതിൽ 40,000-40,000 കാർഡുകൾ പോയി കഴിഞ്ഞു. കാർഡിൽ ആൾക്കാർ അഡ്വാൻസായിട്ട് പൈസ ഫില്ല് ചെയ്യുന്നുണ്ട്. വളരെ രസകരമാണ്. കാരണം ബാലൻസ് കൊടുത്തില്ല എന്നുള്ള പരാതിയില്ല, അങ്ങനെ ഒന്നുമില്ല. ഇത് കൂടാതെ എല്ലാ UPI പേയ്മെൻറ്റും എല്ലാം എടുക്കും ബസ്സിനകത്ത്. പിന്നെ എല്ലാ ഡെബിറ്റ് കാർഡ്, എല്ലാ ബാങ്കിൻ്റെയും ഡെബിറ്റ് കാർഡ് എടുക്കും. ക്രെഡിറ്റ് കാർഡ് എടുക്കില്ല, ഡെബിറ്റ് കാർഡ് എടുക്കും. ഈ കാർഡ് ഇപ്പോൾ 1 ലക്ഷം അടിച്ചു, 40,000-40,000 പോയി കഴിഞ്ഞു. ഇന്നത്തെ കറക്റ്റ് കണക്ക് എനിക്കറിയില്ല. എല്ലാ ഡിപ്പോയിൽ നിന്നും നന്നായി പോകുന്നുണ്ടെന്നാണ് പറയുന്നത് ഈ സാധനത്തിൻ്റെ ഇതിനെ നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കും. അടുത്തതായിട്ട് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ കച്ചവടക്കാർക്ക് ഒരു ചെറിയ പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ അത് കിട്ടുമ്പോഴത്തേക്കും കൂടുതൽ വ്യാപകമായി ഇത് കാർഡ് വിൽക്കും. ഒരു കാർഡിന് 100 രൂപയാണ്. പിന്നെ അതിനകത്ത് അഡീഷണലായിട്ട് ചാർജ് ചെയ്യാം, എത്ര തവണ വേണോ ചാർജ് ചെയ്യാം. മാത്രമല്ല ഇതുപോലത്തെ കാർഡ് കുഞ്ഞുങ്ങൾക്ക് വരാൻ പോവുകയാണ്. സ്റ്റുഡൻസ് കൺസെഷൻ കാർഡ് ഇങ്ങനെയാണ്. പഴയ പേപ്പറും വരയ്ക്കലും ഇതുപോലൊരു ചിപ്പുള്ളൊരു കാർഡാണിത്. ഈ കാർഡ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വരും, സ്റ്റുഡൻസിനാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ കുട്ടികൾക്ക് KSRTC സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. ഈ ഒരു കാർഡിന് വേണ്ടിയിട്ട്, അല്ല നേരത്തെ കൺസെഷൻ കാർഡിന് വേണ്ടി 109 രൂപ ഒറ്റത്തവണ വാങ്ങിക്കും. ഇനി അങ്ങനെയില്ല. ഈ കാർഡ് കൊടുക്കാൻ പോകുന്നത് +2 പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ 2 വർഷത്തേക്കായിരിക്കും. 2ാം വർഷം കഴിയുമ്പോൾ കണ്ടക്ടർ എടുത്ത് കൊടുത്തൊന്ന് ചാർജ് ചെയ്യാന്നുള്ളത്.